ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. തേർഡ് മോഡ്യൂളിൽ നിന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗ്രാം ഷ്മിറ്റ് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയറിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം ആ ഒരു എക്സാമിന് 15 മാർക്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 4 സിഗ്നൽസ് തന്നിട്ടുണ്ടല്ലേ. y1 of t, y2 of t, y3 of t ആൻഡ് y4 of t. ഓക്കെ, ഈ 4 സിഗ്നൽ തന്നിട്ട് അതിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോസസ്സ് ഏതാണ്? ഗ്രാം ഷ്മിറ്റ് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയറാണ്. ഈ തിയറിയും പ്രൊസീജിയറും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m, അല്ലേ? ദാറ്റ് വി ഹാവ് ലേൺഡ്. m എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സിഗ്നൽസ്. ഇവിടെ എത്രയാണ് m? 4 സിഗ്നൽസ്, 4 എനർജി സിഗ്നൽസ് തന്നിട്ടുണ്ട്. സോ എമ്മിൻ്റെ വാല്യൂ 4 ആണ്. ആൻഡ് നമ്പർ ഓഫ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ n എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. സോ മാക്സിമം എന്നിൻ്റെ വാല്യൂ 4 വരെ വരാം. ഓക്കെ, n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ. നമ്പർ ഓഫ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനാണ് എന്ത്? n എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. നമുക്കിനി ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ φ1 of t കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് φ1 of t കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ തന്നിരിക്കുന്ന എനർജി സിഗ്നൽ ബൈ അതിൻ്റെ എനർജി, റൂട്ട് ഓഫ് ഇറ്റ്സ് എനർജിയാണ്. എന്തിൻ്റെയാണ് എനർജിയാണ്? ആ സിഗ്നൽ y1ൻ്റെ എനർജി. ഓക്കെ, അപ്പോൾ y1 of t തന്നിരിക്കുന്നത് y1 of t എന്ന് പറഞ്ഞ ഈ സിഗ്നൽ ഇഫ് യു ക്യാൻ സി, ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, ഡ്യൂറേഷൻ 0 to t/3 ആണ്. അപ്പോൾ അതിൻ്റെ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സോ എനർജി ഓഫ് ദാറ്റ് സിഗ്നൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റഗ്രേറ്റിംഗ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അത് എഴുതുക, ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ dt. എവിടം വരെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ? ആ സിഗ്നൽ 0 to t/3 ആണ്. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ dt 0 to t/3, ഓർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും t കിട്ടും. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും t/3 - 0 കിട്ടിയിട്ട് ആൻസർ t/3 എന്ന് തന്നെ കിട്ടും, അല്ലേ? സോ ഇതിൽ നിന്ന് ഇതെടുത്തതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് യു വിൽ ഗെറ്റ്? φ1 of t എന്ന് പറയുന്നത് y1 of t ഡിവൈഡഡ് ബൈ അതിൻ്റെ എനർജി റൂട്ട് ഓഫ് t/3 ആണ്, അല്ലേ? സോ വാട്ട് ഡസ് ദിസ് മീൻ? φ1 of t ഈസ് ഈക്വൽ ടു ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് 3/t ടൈംസ് y1 of t എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ φ1 of t എന്ന് പറഞ്ഞ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്താണെന്നാണ് നമുക്ക് കിട്ടിയത്? റൂട്ട് 3/t ടൈംസ് y1 of t ആണ്. y1 of t ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അല്ലേ? y1 of t എന്ന് പറഞ്ഞ സിഗ്നൽ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. y1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a signal extending from 0 to t/3 with amplitude 1 എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പം φ1 of t കാണാനായിട്ട് ഈ സിഗ്നലിനെ y1 of t എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റൂട്ട് ഓഫ് 3/t വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ 1, ഓക്കെ, ദിസ് സിഗ്നൽ മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് ഓഫ് 3/t വിൽ ഗീവ് യു വാട്ട്? φ1 of t കിട്ടും നമുക്ക്. അപ്പോൾ φ1 of t എന്താണ്? φ1 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരുന്നു നേരത്തെ y1 of t. അതിനെ റൂട്ട് 3/t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് വിൽ ഗെറ്റ് സ്കെയിൽഡ് ടു, നേരത്തെ 1 ആണെങ്കിൽ ഇപ്പോൾ റൂട്ട് 3/t ആകും. ഓക്കെ, ആൻഡ് സിഗ്നൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈസ് ഫ്രം 0 to t/3 തന്നെയാണ്. അപ്പോൾ ഇതാണ് എന്ത്? ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ φ1 of t എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എഴുതാം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? റൂട്ട് ഓഫ് 3/t ആണ്. ഓക്കെ, ഇനി എവിടം വരെയാണ് സിഗ്നൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ദിസ് ഈസ് t. ഓക്കെ, t എക്സ്റ്റെൻഡ്സ് ഫ്രം 0 to t/3. ഓക്കെ, അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റൂട്ട് 3/t ആംപ്ലിറ്റ്യൂഡ് ഉള്ളൊരു സിഗ്നലാണ് നമ്മളുടെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. അപ്പോൾ ആ ഒരു എക്സാമിനേഷന് 15 മാർക്കിനകത്ത് ആ ഒരു പാർട്ട് ഓഫ് ദ മാർക്ക് വിൽ ബി ഫോർ ദിസ് ആൻഡ് ദിസ്. ഇതിൻ്റെ ഫിഗറും നിങ്ങൾ വരയ്ക്കണം. ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ആ ഫിഗറും
പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വേഷനും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്ത അപ്പം ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി തന്നിരിക്കുന്ന ഫസ്റ്റ് എനർജി സിഗ്നൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇറ്റ്സ് എനർജി കണ്ടുപിടിച്ചിട്ടാണ് ചെയ്തത് അല്ലേ. ഫസ്റ്റ് സിഗ്നൽ കണ്ടുപിടിക്കാനായിട്ട് y1 നിന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇനി അടുത്ത സിഗ്നൽസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഗ്രാം ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയറിൽ ഞാൻ കറക്റ്റ് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു ഒരു ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ അല്ലേ, ഒരു ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്ന് ഞാനിവിടെ പറയുന്നുണ്ടായിരുന്നു. സോ ഫോർ finding the other orthonormal basis function we have to find the intermediate signals കാണണം. ആ ഇൻ്റർമീഡിയറ്റ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, gi(t) is equal to yi(t). ഞാനിവിടെ yi(t) ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ക്വസ്റ്റ്യനിൽ ആ എനർജി സിഗ്നൽസ് y1(t) y2(t) എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഡെറിവേഷനിൽ എസ് വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, ബൈ സമ്മേഷൻ j is equal to 1 to i minus 1. ഓക്കെ, ഈ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് താഴെയുള്ളത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു y1(t). അപ്പോൾ സെക്കൻഡ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്തേക്ക് എന്തിട്ട് കൊടുക്കണം, i(2) ഇട്ട് കൊടുക്കാം. i(2) ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ gi(t) എന്ന് പറഞ്ഞ ഇക്വേഷൻ വിൽ ബി മോഡിഫൈഡ് ടു g2(t) is equal to what, y2(t) minus summation j is equal to 1 to I minus 1, 2 minus 1, that is 1 into y2j phi 1(t). ഓക്കെ, സോറി, ഇവിടെ ജെ എന്ന് തന്നെ ഇടാം, ബിക്കോസ് ജെക്ക് നമ്മൾ കൊടുത്തില്ല. 5j(t), ഐക്കാണ് വാല്യൂ കൊടുത്തത് അല്ലേ. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു y2(t) മൈനസ്, ഇനി ഒരു ടേമല്ലേ ഉള്ളൂ, j is equal to 1 to 1, ദാറ്റ് മീൻസ് സമ്മേഷനകത്ത് ഒരു ടേമേ ഉള്ളൂ. എന്ത്, ജെയ്ക്ക് 1 കൊടുക്കുക, j വേരീസ് ഫ്രം 1 to 1, ജെയ്ക്ക് 1 കൊടുക്കുക, ദാറ്റ് ഈസ് y21 ഇൻറ്റു വാട്ട് 5(1)(t). അപ്പോൾ ഇതാണ് g2(t). അപ്പം സെക്കൻഡ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ g2(t) കാണണം. g2(t) കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എനർജിയും കാണണം, അങ്ങനെയാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ g2(t) കാണാൻ വേണ്ടിയിട്ട് y2(t) സിഗ്നൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 5(1)(t) നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയാൻ വയ്യാത്ത ആ ഒരു കോഎഫിഷ്യൻ്റ് ഏതാണ്, ഈ y21 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ g2(t) കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ഫൈൻഡ് y21. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ y21? SIJ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. SIJ എങ്ങനെയാണ്, 0 to t si(t) ഇൻറ്റു 5j(t) എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇൻറ്റു dt. അത് ഇവിടെ SIJക്ക് വരും yij. സോ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആ പ്രൊസീജിയർ നിങ്ങൾ നോക്കിയാൽ മതി, തേർഡ് മോഡ്യൂളിൽ ഞാൻ ലെക്ചറിൽ ഇട്ടിട്ടുണ്ട്. സോ 0 to t y2(t), ഇങ്ങനെ ഓർത്താൽ മതി, y21. സോ y2(t) ആൻഡ് ദിസ് സെക്കൻഡ് വൺ, ആ 1 എന്ന് പറയുന്നത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ്റെ ഇതായിരിക്കും. സോ 5(1)(t) dt എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നൗ y2(t) ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, y2(t) ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, y2(t) ഈസ് എ സിഗ്നൽ ലൈക്ക് ദിസ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മതി, അവർ തന്നിരിക്കുന്നത് y2(t) ഈസ് എ സിഗ്നൽ വേരിയിങ് ഫ്രം, സി വാട്ട് ഈസ് ഗിവൺ, y2(t) ഈസ് എ സിഗ്നൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 1 വേരിയിങ് ഫ്രം 0 to 2t/3. ഓക്കെ, it is an signal of amplitude 1 varying from 0 to what, 2t/3 വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ് y2(t). ഓക്കെ, 5(1)(t) എന്താണ്, നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. 5(1)(t) എന്ന് പറയുന്നത് 0 to t/3 വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ, പക്ഷേ ആംപ്ലിറ്റ്യൂഡ് √3/t ആണ്. ഓക്കെ, അപ്പം 5(1)(t) എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത് 5(1)(t) ഈസ് എ സിഗ്നൽ of amplitude √3/t. Okay, but it varies from where to where, it varies from 0 to t/3. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സിഗ്നലും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഏരിയ നോക്കുക. ബിക്കോസ് 0 to t/3 ഇവിടെയാണ്, 0 to t/3 ഇവിടെ എവിടെയായിട്ടെങ്കിലും വരും അല്ലേ. അപ്പോൾ ഈ 0 to t/3 മാത്രമേ ഈ സിഗ്നൽ ഉള്ളൂ. t/3 to 2t/3 ഈ സിഗ്നൽ ഉണ്ടോ, ഇല്ല, 0 ആണ് അല്ലേ.
ഈവൻ ദോ t/3 to 2t/3 y2 of t ഉണ്ടെങ്കിലും t/3 to 2t/3 φ1 of t ഇല്ല. അപ്പോൾ നോർമലി നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്യൂറേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പോവണ്ട. നിങ്ങൾ ഇതിനകത്ത് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഏരിയ എവിടം മുതൽ എവിടം വരെയാണെന്ന് നോക്കുക. നോക്കിക്കുക, ഈ സിഗ്നൽ അല്ലേ, ഈ സിഗ്നൽ ഇതിനേക്ക് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ ഇത്രയും പോർഷനിലാണ് ഇത് ഓവർലാപ്പ് ചെയ്യുന്നത്. 0 to t/3 മാത്രമേ ആ ഓവർലാപ്പിംഗ് ഏരിയ ഉള്ളൂ. സോ അവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ആ മറ്റേ ലിമിറ്റ് നമ്മൾ എടുക്കണ്ട. ബിക്കോസ് ഇവിടം മുതൽ ഇവിടം വരെ ഈ ഒരു സിഗ്നൽ 0 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0 കിട്ടും. സോ ഹിയർ ഇൻ്റഗ്രേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം 0 to t/3. ആ ഓവർലാപ്പിംഗ് ഏരിയ നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ. ഓക്കെ, ഇൻറ്റു വാട്ട് ഈസ് y2 of t. y2 of t സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ് അല്ലേ. ഇൻറ്റു φ1 of t യുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? √3/t ആണ്. ഓക്കെ, √3/T dt. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് സ്മോൾ ടി ആണ്, ഇത് ക്യാപിറ്റൽ ടി ആണ്. സോ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ √3/t പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ ഡി ടി വേരിങ് ഫ്രം 0 to t/3. സോ ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുമ്പോഴത്തേക്കും ടി വരും. അതിന് നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോഴത്തേക്കും √3/T ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇറ്റ് ഈസ് വോട്ട് t/3 വരും. സോ ദാറ്റ് ഈസ് ഇവിടെ √3 അല്ലേ, ദാറ്റ് ഈസ് t/3 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. √t/3 എന്ന് കിട്ടും. ആമേ റൈറ്റ്? ഇത് ഇവിടെ പോകും, ഇത് √3 ആകും. ഈ √t ഇവിടെ √t ആകും. ദറ്റ് ഈസ് √t/3 കിട്ടും. അപ്പോൾ y21 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു g2 of t കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം y2 of t ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. φ1 of t നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ y21 കിട്ടി. അപ്പോൾ ഇനി g2 of t എന്താണെന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ g2 of t ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയ ഇക്വേഷൻ വെച്ചിട്ട് g2 of t ഈസ് ഈക്വൽ ടു, ഹൗ വിൽ യു ഫൈൻഡ് g2 of t? y2 of t മൈനസ് y21 ഇൻറ്റു φ1 of t അല്ലേ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y2 of t എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ആ ഗ്രാഫ് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആ y2 of t എന്ന് പറഞ്ഞ സിഗ്നൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. y2 of t ഈസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1. ഓക്കെ, y2 of t ഈസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 ആൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം 0 to 2t/3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, മൈനസ് y2 of t മൈനസ് y21 എത്രയാണോ നമുക്ക് കിട്ടിയത്? √t/3. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ φ1 of t. φ1 of t എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ എ സിഗ്നൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് വാട്ട്? ആംപ്ലിറ്റ്യൂഡ് √3/t. ഓക്കെ, ആൻഡ് ദ സപ്പോർട്ട് ഈസ് ഫ്രം 0 to t/3. 0 to t/3 ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. √3/t. ഓക്കെ, ഇതാണ് φ1 of t. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് നോക്കിക്കേ, ഇത് √3 ഇത് ക്യാൻസൽഡ് ആയി പോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ആംപ്ലിറ്റ്യൂഡ് 1 ഫ്രം 0 to 2t/3 മൈനസ്, അപ്പോൾ ഇത് ക്യാൻസൽഡ് ആയി പോകുമ്പോഴത്തേക്കും ഈ φ1 of t എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് എത്രയാവും? 1 ആകും അല്ലേ. സോ ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ സെയിം ആംപ്ലിറ്റ്യൂഡ് 1 ആയി. പക്ഷേ എവിടം വരെ 0 to t/3 ഉള്ളൂ വേരി ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾ ഉണ്ടാവും. ഇതിങ്ങനെ ഒരു സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് 1 ഉണ്ട്, 2t/3, 0 to 2t/3 വരെ വേരി ചെയ്യുന്ന സിഗ്നൽ. ഇതിൽ നിന്ന് എന്താ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് ആംപ്ലിറ്റ്യൂഡ് 1 തന്നെ ഉള്ള ഒരു സിഗ്നൽ, പക്ഷേ അതിൽ നിന്ന് 0 to t/3 അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. അതായത് ഈ ഒരു പോർഷൻ t/3 ഇവിടെ വരെയാണെങ്കിൽ ഈ ഒരു പോർഷൻ സബ്ട്രാക്റ്റഡ് ആയി പോവുകയാണ് അല്ലേ. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ അങ്ങ് പോകും. ബിക്കോസ് ദിസ് മച്ച് പോർഷൻ ഈസ് ഗെറ്റിംഗ് സബ്ട്രാക്റ്റഡ് വിത്ത് ദിസ് മച്ച് പോർഷൻ. റിമൈനിങ് എത്രയാണ്? റിമൈനിങ് ഇവിടം മുതൽ ഇവിടം വരെയല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിഗ്നൽ വിൽ ലുക്ക് ലൈക്ക് ദിസ്. സിഗ്നൽ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ദറ്റ് ഈസ് g2 of t എന്ന് പറഞ്ഞ സിഗ്നൽ ഈസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് 1 ബട്ട് വേരിയിങ് ഫ്രം വെയർ ടു വെയർ? t/3 to 2t/3 വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ് g2 of t. അപ്പോൾ ഇതായിരുന്നു നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ g2 of t എന്ന് പറയുന്നത് എന്താണ്? g2 of t എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് 1 ആൻഡ് t വേരീസ് ഫ്രം t/3 to വാട്ട്? 2t/3. ഇത് നിങ്ങളൊന്ന് ബോക്സിലാക്കി ഇട്ടേക്കണം, ബിക്കോസ് ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു മെയിൻ കീസ്. g2 of t കിട്ടി. ഇനി φ2 of t യുടെ ഇക്വേഷൻ എന്താണ്?
നമ്മൾ ഓൾറെഡി ഗ്രാം ഷ്മിറ്റ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ട്. G2 കണ്ടുപിടിച്ചാൽ φ2 കാണാനായിട്ട് φ2 ഈസ് ഈക്വൽ ടു G2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇറ്റ്സ് എനർജി. ഏതിൻ്റെ എനർജി? G2 എനർജി. അപ്പോൾ ഇത് G2 ആണ്. അപ്പോൾ ഇതിൻ്റെ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എനർജി ഓഫ് ദിസ് G2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ്. അതിൻ്റെ ഡ്യൂറേഷൻ എവിടെ മുതൽ എവിടം വരെയാണ്? T/3 to 2T/3, T/3 to 2T/3. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1 square dt. ഓർ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് T/3 കിട്ടും. ക്യാപിറ്റൽ T/3 കിട്ടും. സോ φ2 എന്ന് പറയുന്നത് G2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഓർ φ2 ഈസ് ഈക്വൽ ടു G2 ഡിവൈഡഡ് ബൈ root of its energy, root of T/3 or root of 3/T times G2. പക്ഷേ that is equal to root of 3/T multiplied by G2 എന്താണ്? ഈ സിഗ്നൽ ആണല്ലേ. സോ ദാറ്റ് ഈസ് root of 3/2 is getting multiplied with the amplitude എത്രയാണ്? 1 ആണല്ലേ. T/3 മുതൽ 2T/3 വരെ വേരി ചെയ്യുന്ന ഇതല്ലേ G2. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും സ്കെയിലിംഗ് സംഭവിക്കും. G2 സ്കെയിലിംഗ് സംഭവിക്കും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണെങ്കിൽ 1 മൾട്ടിപ്ലൈഡ് ബൈ റൂട്ട് 3/T ഇത്രയേ ഉണ്ടാവുള്ളൂ വ്യത്യാസം. ദാറ്റ് മീൻസ് φ2 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ എവിടേക്ക് സ്കെയിൽഡ് ആകും? 1 ഇൻറ്റു റൂട്ട് 3/2 ദാറ്റ് ഈസ് റൂട്ട് 3/T. കണ്ട ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ് സംഭവിക്കുന്നത്. G2 ആംപ്ലിറ്റ്യൂഡ് 1 ആയിരുന്നു, ഇപ്പോൾ റൂട്ട് 3/T ആയിട്ട് സ്കെയിൽഡായി. ഡ്യൂറേഷൻ ഈസ് ഫ്രം വെയർ ടു വെയർ? T/3 to 2T/3, T/3 to 2T/3. See, this is φ2. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫിഗർ. ഈ ഫിഗറിനാണ് നെക്സ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ വേവ് ഫോം ഓഫ് φ2. സോ φ2 എന്ന് പറയുന്നത് വി ക്യാൻ സേ φ2 is equal to what? റൂട്ട് ഓഫ് 3/T ആണ് അല്ലേ. ആൻഡ് ദ ടൈം എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം T/3 to, and time varies from what? T/3 to 2T/3 വരെ വേരി ചെയ്യും. ഇതാണ് സെക്കൻഡ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് φ2. അപ്പോൾ സെക്കൻഡ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ സെക്കൻഡ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ എവിടെ നിന്നാണ് കണ്ടത്? G2 കണ്ടുപിടിച്ചിരുന്നു അല്ലേ. Gi നിന്ന് നമ്മൾ Giക്ക് i = 2 കൊടുത്തു. അപ്പോൾ നമുക്ക് G2 കിട്ടി. ആ G2 ഡിവൈഡഡ് ബൈ അതിൻ്റെ എനർജി എടുത്തു. അന്നേരമാണ് നമുക്ക് φ2 കിട്ടിയത് അല്ലേ. ഇനി φ3 എങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കുക? φ3 കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിൽ എന്ത് കൊടുക്കണം? i = 3 കൊടുക്കണം. ഓക്കെ, i = 3 കൊടുക്കണം. i = 3 കൊടുത്ത് നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്ത് G3 കാണണം. എന്നിട്ട് അതിൻ്റെ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഇക്വേഷനിൽ Giയുടെ ഇക്വേഷനിൽ നൗ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ തേർഡ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ പുട്ട് i = 3. നിങ്ങളത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ബിക്കോസ് ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എറർ ആകുവാണെങ്കിൽ ആ എറർ ഫുൾ ക്വസ്റ്റ്യനിൽ ത്രൂ ഔട്ട് ഇറ്റ് വിൽ ബി ക്യാരിഡ് ഓവർ. സോ ഓരോ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്യാൻ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പം ഈ i = 3 കൊടുക്കുക. അപ്പോൾ i = 3 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് Giയിൽ i = 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? G3 is equal to, okay, you will get it as y3 minus summation j is equal to 1 to i minus 1, 3 minus 1, 2 into y31 into φ3 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, okay, wait, this is j, φ3j, okay, φ3j into φj എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, φ3j, okay, that is equal to y3 into ഇനി സമ്മേഷൻ നമുക്ക് കൊടുക്കുക. എത്ര ടേം ഉണ്ടാവും? j വേരിങ് ഫ്രം 1 to 2. അപ്പോൾ ആദ്യം j = 1 കൊടുക്കുക. ആദ്യം j = 1 കൊടുക്കുമ്പോൾ വാട്ട് യു ആർ ഗെറ്റിംഗ്? y31 into φ1. ഇനി സെക്കൻഡ് j = 2 കൊടുക്കൂ. അപ്പം മൈനസ് y32 into φ2. ഓക്കെ, ഇതാണ് എന്ത്? G3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നോക്കുവാണെങ്കിൽ y3 എന്ന് പറഞ്ഞ എനർജി സിഗ്നൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നൗ
phi 1 of t എന്ന് പറഞ്ഞ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. phi 2 of t എന്ന് പറഞ്ഞ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? y3 of 1 കണ്ടുപിടിക്കണം. y3 1ഉം y3 2 ഈ രണ്ട് കോഎഫിഷ്യൻറ്റുകളും കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് g3 of t കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ y3 1ൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, Sij ഫോമാണ്. ദാറ്റ് ഈസ് 0 to t y3 of t into phi 1 of t dt. Okay, hope you know this formula. Sij integral 0 to t si of t phi j of t dt എന്നാണ് നമ്മൾ ആ അനലൈസർ ഇക്വേഷനകത്ത് പഠിച്ചത്. അത് തന്നെയാണിത് കേട്ടോ, അനലൈസർ ഇക്വേഷൻ ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് y3 of t ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. y3 of t എന്ന് പറയുന്നത് ഒരു എനർജി സിഗ്നൽ ആണ്. ആ സിഗ്നൽ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ആൻഡ് ഇറ്റ് വേരീസ് ഫ്രം y3 of t is a signal which varies from t by 3 to t. Okay, t by 3 മുതൽ t വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ് y3 of t എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, y3 of t. ആൻഡ് വാട്ട് ഈസ് phi 1 of t? phi 1 of t എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. phi 1 of t is a signal of amplitude just root of 3 by t. Okay, and varies from 0 to t by 3. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് നിങ്ങൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയുള്ളൂ. ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഏരിയ വല്ലതും ഉണ്ടോ? ഇല്ല. ബിക്കോസ് ഇതിനകത്ത് ഈ ഒരു സിഗ്നൽ ഇത്രയും പോർഷനേ ഉള്ളൂ. ആ പോർഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ഈ സിഗ്നലിനകത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു പോർഷനേ ഉള്ളൂ. അത് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓവർലാപ്പിംഗ് ഏരിയ ഒന്നുമില്ല. സോ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. ബിക്കോസ് ഇതിന് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പം 0 to t by 3യിൽ നോക്കുവാണെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു 0 ആണ്. ഓക്കെ, പ്ലസ് ഈ ഒരു ഡ്യൂറേഷനിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. സോ ഓവർലാപ്പിംഗ് ഏരിയ ഇല്ല. സോ y3 1 എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് 0 എന്ന് കണ്ടുപിടിക്കാം. ആൻഡ് നൗ വാട്ട് ഈസ് y3? ഒരെണ്ണം കൂടി നമുക്ക് വേണം. എന്ത്? y3 2 വേണം അല്ലേ? നോ y3 2 വേണം. y3 2 കാണാനായിട്ട് എന്ത് ചെയ്യണം? y3 2യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y3 2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t y3 of t into phi 2 of t dt ആണ്. ഓക്കെ, y3 of t ഈ സെയിം സിഗ്നൽ തന്നെയാണ്. വാട്ട് ഈസ് phi 2 of t? phi 2 of t നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ആ സെക്കൻഡ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ phi 2 of t നമുക്ക് കിട്ടിയ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് വാസ് റൂട്ട് ഓഫ് 3 by t. ഓക്കെ, ആൻഡ് അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വാസ് ഫ്രം phi 2 of t by 3 to 2t by 3 ആയിരുന്നു അല്ലേ? t by 3 to 2t by 3. ഒന്നുകൂടി y3 of t കൂടി വരയ്ക്കാം. y3 of t എന്ന് പറയുന്നത് കറക്റ്റ് സ്കെയിൽഡ് ആയിട്ട് വരച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ആൻഡ് y3 of t എന്ന് പറയുന്നത് വാസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. വേരിയിങ് ഫ്രം ഇവിടുത്തെ ഇത് t by 3 ആണ്. സോ ഇവിടെ ആയിട്ട് t by 3 by 3 to t വരെ വേരി. t എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് 2t by 3യെക്കാട്ടിയും ഗ്രേറ്റർ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത് കേട്ടോ. അപ്പോൾ t by 3 മുതൽ ഇതാണ് നമ്മളുടെ y3 of t സിഗ്നൽ. phi 2 of t ആണ്. അപ്പോൾ ഓവർലാപ്പിംഗ് ഏരിയ നോക്കൂ. ഇവിടെ വരെ ഒന്നുമില്ല. ഇവിടെ t by 3 ആണ്. ദിസ് ഈസ് 2t by 3. സോ 2t by 3 സംവെയർ ഇവിടെയായിട്ടൊക്കെ വരും y3 of tയിൽ. അപ്പോൾ ഈ y3 of tയും phi 2 of tയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഏരിയ നോക്കൂ. ഈ ഒരു സിഗ്നലിനെ ഇതിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ ഇത്ര ഏരിയ ആയിരിക്കും അല്ലേ? ഈ ഒരു സിഗ്നൽ ഇത്രയും പോർഷനെ ഓവർലാപ്പിംഗ് ആയിട്ട് വരത്തുള്ളൂ. ബിക്കോസ് ഈ സിഗ്നലിന് ഈ ഒരു പോർഷൻ ഉണ്ടോ? 2t by 3 to t വരെ പോർഷൻ y3 of t ഉണ്ട്. പക്ഷേ അത് phi 2 of t ഉണ്ടോ? ഇല്ല. ഓവർലാപ്പിംഗ് ഉള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ t by 3 to 2t by 3 വരെയാണ്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എവിടെ വരെ വരും? t by 3 മുതൽ 2t by 3 വരെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതിന് ഏതെങ്കിലും ഒരു സിഗ്നൽ 0 ആയി പോകും. y3 of tയുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1. ഓക്കെ, phi 2 of tയുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? റൂട്ട് ഓഫ് 3 by ക്യാപിറ്റൽ T dt ആണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 by t കോൺസ്റ്റൻ്റ് അല്ലേ? ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. പല കുട്ടികളും ഇത് മിസ്റ്റേക്ക് വരുന്നത് ഈ ടിയും ഇതായിട്ട് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്. ദിസ് റൂട്ട് ഓഫ് 3 by ക്യാപിറ്റൽ T ആണ്, വിച്ച് ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ദിസ് dt. ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t ആയിരിക്കും. ഫ്രം ലിമിറ്റ് എന്ന് പറയുന്നത് t by 3 to 2t by 3 ആയിരിക്കും. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം റൂട്ട് 3 by t ടൈംസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് 2t by 3 മൈനസ് t by 3 എന്ന് പറയുന്നത് t by 3 ആയിരിക്കും. അത് ക്യാൻസൽഡ് ആകുമ്പം ദിസ്
ദിസ് റൂട്ട് ടി ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ √(t/3) എന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് y32 കിട്ടി, y32 കിട്ടി. ഓക്കെ, നൗ എന്ത് G3 ഇക്വേഷനകത്തേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം അല്ലേ. G3 ഇക്വേഷൻ എന്തായിരുന്നു? y3 മൈനസ് വാട്ട് y3151 മൈനസ് വാട്ട് y3252 എന്നായിരുന്നു ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് 0 ആയിട്ട് കിട്ടിയല്ലേ, y31 0 ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു ടേം ഉണ്ടോ? ഇല്ല, സെക്കൻഡ് ടേം പോയി. ദാറ്റ് ഈസ് y3 മൈനസ് y3252 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ആൻഡ് ദിസ് വാസ് ദ വാല്യൂ ഓഫ് y32, റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു y3 സിഗ്നൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ y3 സിഗ്നലിൽ നിന്ന് y3 ദാറ്റ് ഈസ് y3 എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഒന്ന് എഴുതി നോക്കുക. വാട്ട് ഈസ് y3 സിഗ്നൽ? y3 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നോക്കൂ, കണ്ടോ, y3 t/3 മുതൽ t വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ്, ആംപ്ലിറ്റ്യൂഡ് 1. ഓക്കെ, സോ y3 ആംപ്ലിറ്റ്യൂഡ് 1 ആണ്, വേരിയിങ് ഫ്രം t/3 to t. ഓക്കെ, നൗ മൈനസ് ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം y3 എന്തിൽ നിന്ന്? ഈ ടേമിൽ നിന്ന്. ഈ ടേം എന്താണ്? y32 എത്ര കിട്ടിയത് നമുക്ക്? √(t/3) അല്ലേ. സോ √(t/3) മൾട്ടിപ്ലൈഡ് വിത്ത് വാട്ട്? φ2 എന്താണ്? φ2 ഈസ് എ സിഗ്നൽ, φ2 ഈസ് എ സിഗ്നൽ with amplitude √3/t and duration from t/3 to 2t/3. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇത് ദിസ് ഈസ് φ2 y3 മൾട്ടിപ്ലൈഡ് ബൈ, അപ്പോൾ √(t) ആൻഡ് ദിസ് ഈസ് √3 ആൻഡ് ദിസ് ഈസ് √3 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഈ ഒരു സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ വരച്ചുകൂടെ? ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. ഇറ്റ് ഈസ് എ സിഗ്നൽ വേരിയിങ് ഫ്രം t/3 to 2t/3. ഓക്കെ, t/3 to 2t/3. സോ ഇതാണ് y32 φ2. ഇനി ഏത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണ്ടേ? ഈ രണ്ട് സിഗ്നലും കൂടി സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ഈ രണ്ട് സിഗ്നലും കൂടി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സിഗ്നലും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് സെക്കൻഡ് സിഗ്നൽ ഇതല്ലേ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, t/3 മുതൽ 2t/3 ആണ്. 2t/3 ഇവിടെ വരയ്ക്കേ വരത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു സിഗ്നലിൽ നിന്ന് t/3 മുതൽ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, ഇതും 1 ആണ് ഇതും 1 ആണ്. സോ t/3 മുതൽ 2t/3 വരെയുള്ള സിഗ്നൽ, അതായത് ഇവിടം വരെ ഈ സിഗ്നൽ ഉണ്ട്, അത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഇതങ്ങ് പോകും, ഈ പോർഷൻ പോകും. ദിസ് മച്ച് പോർഷൻ വിൽ ഗെറ്റ് സബ്ട്രാക്റ്റഡ് വിത്ത് ദിസ് മച്ച് പോർഷൻ. പിന്നെ എന്താണ് റിമൈനിങ് ആയിട്ടുള്ളത്? ഇത്രയും പോർഷനാണ് അല്ലേ. സോ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? amplitude 1 this much portion will get subtracted from this much portion. Remaining portion is 2/3 to t. Okay, 2/3 to 2t/3 മുതൽ t വരെ വേരി ചെയ്യും വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 എന്നുള്ളൊരു സിഗ്നലാണ് എന്ത്? G3 എന്ന് പറയുന്നത്. Is it clear? So G3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? So G3 is nothing but a signal of amplitude 1 and t varying from 2t/3 to what? Capital T. ഇതാണ് G3. See, G3 കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ നമുക്ക് φ3 കിട്ടുന്നത്? φ3 is equal to G3 divided by root of its energy. ഏതിൻ്റെ എനർജി? G3 എനർജി. Now G3 എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ ലിമിറ്റ് എവിടം മുതൽ എവിടം വരെയാണ്? 2/3 to capital T അല്ലേ. 2/3t, 2t/3 to capital T. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1 സ്ക്വയർ, ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ dt. ഓക്കെ, ദാറ്റ് ഈസ് t മൈനസ് 2t/3 വരും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ആൻഡ് ദ ആൻസർ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് t/3 എന്ന് കിട്ടും. സോ എനർജി കിട്ടി. സോ വാട്ട് ഈസ് φ3? Therefore φ3 is equal to G3
divided by root of its energy, that is root of t by 3. അതെന്ന് പറയുമ്പോഴത്തേക്കും ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് 3/t ടൈംസ് g3 ഓഫ് t ആകും. ഓക്കെ, സോ ദാറ്റ് ഈസ് 5/3 ഓഫ് t. ഓക്കെ, 5/3 ഓഫ് t ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3/t ടൈംസ് g3 ഓഫ് t. ബട്ട് g3 ഓഫ് t എത്രയാണ് നമ്മൾ ഇപ്പോൾ കിട്ടിയത്? ഇപ്പം നമ്മൾ വരച്ചത് എത്രയാണ്? g3 ഓഫ് t എന്ന് പറഞ്ഞ സിഗ്നൽ നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 വേരിയിങ് ഫ്രം സപ്പോർട്ട് ഈസ് ഫ്രം 2/3 ടു t അല്ലേ, 2t/3 ടു t മുതൽ വേരി ചെയ്യുന്ന ഒരു സിഗ്നലാണ്. അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? √3/t മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ആംപ്ലിറ്റ്യൂഡിന് സ്കെയിലിംഗ് സംഭവിക്കും. അപ്പം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് √3/tയിലേക്ക് മാറും. സോ 5/3 ഓഫ് t എന്ന് പറയുന്നത് 5/3 ഓഫ് tനെ നമുക്ക് എങ്ങനെ കിട്ടും? 5/3 ഓഫ് t ഈസ് ഈക്വൽ ടു ഓക്കെ √3/t ടൈംസ് ദിസ് ഈസ് g3 ഓഫ് t. സോ ആംപ്ലിറ്റ്യൂഡ് 1 റൂട്ട് ഓഫ് 3/t വരും. √3/t ഇൻറ്റു 1 അല്ലേ ആംപ്ലിറ്റ്യൂഡ് ഇതും. ആൻഡ് ഡ്യൂറേഷൻ ഈസ് ഫ്രം 2t/3 ടു ക്യാപിറ്റൽ T. സോ ഇതാണ് എന്ത്? ഇതാണ് 5/3 ഓഫ് t എന്ന് പറയും. സോ ദിസ് ഈസ് ദ third orthonormal basis function. Okay, 5/3 of t. So 5/3 of t can be written as a signal of amplitude root of 3/t and duration from 2t/3 to capital T. Okay, this is the amplitude. കുറച്ച് സ്പേസിങ് ഇട്ട് എഴുതണം കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് 3/tയും ടൈം ലിമിറ്റ് 2t/3 ടു t വരെ. ഇപ്പം 5/3 ഓഫ് t കിട്ടി. ഇനി നമുക്ക് 5/4 ഓഫ് t കാണാം. ഓക്കെ, 5 ബിക്കോസ് മാക്സിമം എത്ര ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വരും? മാക്സിമം എത്ര ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വരും? ഞാൻ പറഞ്ഞു 4 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വരെ വരും അല്ലേ. നൗ ലെറ്റ്സ് ഫൈൻഡ് ദ ഫോർത്തോനോമൽ അല്ലേ. n എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് വാട്ട്? n വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ് അല്ലേ. സോ എന്നിൻ്റെ മാക്സിമം വരെ എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ അത്രയും വരെ വരാം. അപ്പോൾ നാലാമത്തെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നാലാമത്തെ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ gi ഓഫ് ടിയുടെ ഇക്വേഷനിലേക്ക് പുട്ട് i ഈക്വൽ ടു 4 ഇൻ ദ gi ഓഫ് ടി ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി അതിനകത്തല്ലേ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് കിട്ടും? g4 ഓഫ് t ഈസ് ഈക്വൽ ടു y4 ഓഫ് t മൈനസ് സമ്മേഷൻ j ഈസ് ഈക്വൽ ടു 1 to 3 what y4j into 5/4 of t. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് y4 ഓഫ് t. ഇവിടെ എത്ര ടേം വരും? j ഈക്വൽ ടു 1 ഒരു ടേം, j ഈക്വൽ ടു 2 ഒരു ടേം, j ഈക്വൽ ടു 3 ഒരു ടേം. മൈനസ് ആണ്. സോ നെഗറ്റീവ് മൈനസ് y41 5/1 ഓഫ് t മൈനസ് y42 5/2 ഓഫ് t മൈനസ് y43 5/3 ഓഫ് t. അപ്പോൾ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ ഈ എനർജി സിഗ്നൽ y4 ഓഫ് ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടിട്ട് 5/1 ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു, 5/2 ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു, 5/3 ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് അറിയത്തില്ല, ഈ കോഎഫിഷ്യൻ്റ് അറിയത്തില്ല, ഈ കോഎഫിഷ്യൻറ്റും അറിയത്തില്ല. ഇത് മൂന്നും നമ്മളിനി കണ്ടുപിടിക്കണം. y41 y42 ആൻഡ് വാട്ട് y43. സോ y41 കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? y41 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to t y4 ഓഫ് t ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് വാട്ട് 5/1 ഓഫ് ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ നോക്കിയാൽ മതി. y4 ഓഫ് ടി എന്ന് പറഞ്ഞത് ഉള്ള സിഗ്നൽ എന്ന് പറഞ്ഞത് y4 ഓഫ് ടി ഈസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 വേരിയിങ് ഫ്രം 0 to ക്യാപിറ്റൽ T. ആൻഡ് 5/1 ഓഫ് ടി എങ്ങനെയുള്ള ഒരു സിഗ്നൽ ആയിരുന്നു? 5/1 ഓഫ് ടി വാസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് 3/t ആൻഡ് 0 to ജസ്റ്റ് t/3 വരെ വേരി ചെയ്യുന്ന ഒരു സിഗ്നൽ ആയിരുന്നു അല്ലേ. ഇത്രയുള്ള അപ്പോൾ ഓവർലാപ്പിംഗ് പോർഷൻ എവിടെ വരെയാണ്? 0 to t/3 വരെയാണ് ഓവർലാപ്പ് അല്ലേ. ഇത് രണ്ടും കൂടി സൂപ്പർഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ മാത്രമാണ് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത്. ഓവർലാപ്പിംഗ് ഏരിയ ഇത്രയുമാണ്. സോ എവിടെ മുതൽ ഇവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 to t/3 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ഒരെണ്ണത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1, ഒരെണ്ണത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് 3/t dt. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് റൂട്ട് ഓഫ് t/3 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് നോക്കിയാൽ മതി. സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്. Now we have to find the second coefficient y42. Okay, y42 is obtained by integrating from 0 to t y4 of t into what? 5/2 of t. y4 of t ഇതാണ്. Now what is 5/2 of t?
phi 2 of t എന്ന് പറയുന്നത് was an orthonormal basis function with amplitude root of 3 by t and duration varying from t by 3 to 2t by 3, t by 3 to 2t by 3 അല്ലേ. അപ്പോൾ ഇനി ഈ രണ്ട് സിഗ്നലും കൂടി ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഈ രണ്ട് സിഗ്നലും കൂടി ഒബ്സർവ് ചെയ്ത് നോക്കൂ. y4ഉം ഓക്കെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് അവർ ഓക്കെ ഇത് ഇവിടെയാണ് ടി ബൈ 3 വരുന്നത്. ഇവിടെയായിട്ട് വരും എന്ത് 2t by 3 സംവെയർ ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുവാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ഏരിയ എന്താണ്? ഇത് t by 3 മുതൽ 2t by 3 ആണ്. അപ്പം ഓവർലാപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ t by 3 to 2t by 3 ഇത്ര ഏരിയ മാത്രമേ ഓവർലാപ്പിംഗ് ഉള്ളൂ അല്ലേ. ബാക്കി ഇങ്ങോട്ടും ഈ സിഗ്നൽ ഇല്ല. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് അത് എടുക്കണ്ട. ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയയുടെ മാത്രം ലിമിറ്റ് എടുത്താൽ മതി. സോ t by 3 to what 2t by 3. Okay, amplitude of y4 of t is 1 multiplied by ഇതിൻ്റെ amplitude is root of 3 by t dt. Okay, ഇതിനെ again integrate ചെയ്യുമ്പം you will get the answer as root of capital T by 3 എന്ന് കിട്ടും. ഇനി ഒരു കോഎഫിഷ്യൻ്റ് കൂടി കണ്ടുപിടിക്കണം. എന്താണ്? y43 കണ്ടുപിടിക്കണം. y43 എന്താണ്? y43 is equal to integral 0 to t y4 of t multiplied with what phi 3 of t dt എന്ന് കിട്ടും. ഓക്കെ, അതിനെ ഇതേ കൂട്ട് തന്നെ നിങ്ങൾ സെയിം ഇതേ കൂട്ട് തന്നെ y4 സിഗ്നൽ വരയ്ക്കുക. phi 3 of t എന്ന് പറഞ്ഞ സിഗ്നൽ ഒന്ന് വരച്ച് നോക്കുക. എന്നിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന ലിമിറ്റ് മാത്രം എടുക്കുക. ഓവർലാപ്പ് ചെയ്യുന്ന ലിമിറ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. ഇഫ് യു ജസ്റ്റ് സി ഓവർലാപ്പ് ചെയ്യുന്ന ലിമിറ്റ് നിങ്ങൾക്ക് 2t by 3 മുതൽ t by 3 എന്ന് വരെ കിട്ടും. കാരണം phi 3 of t എന്ന് പറഞ്ഞ സിഗ്നൽ phi 3 of t എന്ന് പറഞ്ഞ സിഗ്നൽ 2t by 3 മുതൽ t വരെ വേരി ചെയ്യത്തുള്ളൂ. y4 of t എന്ന് പറയുന്നത് 0 to ക്യാപിറ്റൽ t വരാണ് y4 of t വേരി ചെയ്യുന്നത്. അപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ തീർച്ചയായിട്ടും എന്തുമായിരിക്കും? 2t by 3 മുതൽ t വരെ ആയിരിക്കും അല്ലേ. അപ്പോൾ 2t by 3 മുതൽ t വരെ ആയിരിക്കും. ജസ്റ്റ് വരച്ചിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യണം. y4ൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. phi 3യുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് 3 by t ആണ്. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് റൂട്ട് ഓഫ് t by 3. അപ്പോൾ ഈ 3 കോഎഫിഷ്യൻറ്റും കണ്ടുപിടിച്ചതിന് ശേഷം എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ g4 of tയിലേക്ക് നിങ്ങൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. ഓക്കെ, g4 of t. അപ്പോൾ g4 of t എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ g4 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യുവാണ് കേട്ടോ. g4 of t is equal to I am just going to rewrite this equation. So g4 of t is equal to what we got? y4 of t minus okay root of ഓരോ കോഎഫിഷ്യൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റൂട്ട് ഓഫ് t by 3 phi 1 of t. സെക്കൻഡ് കോഎഫിഷ്യൻറ്റ് കിട്ടിയതും റൂട്ട് ഓഫ് t by 3 ഇൻറ്റു phi 2 of t. തേർഡ് കോഎഫിഷ്യൻറ്റ് കിട്ടിയത് എത്രയാണ്? റൂട്ട് ഓഫ് t by 3 ഇൻറ്റു വാട്ട് phi 3 of t ആണ് കിട്ടിയത് അല്ലേ. 3 കോഎഫിഷ്യൻറ്റ് സെയിം ആണ് നമുക്ക് കിട്ടിയത്. എല്ലാം സെയിം ആണ് കിട്ടിയത്. പ്രീവിയസും സെയിം ആണ്. Now that is equal to y4 of t minus take root of t by 3 outside. So ബ്രാക്കറ്റിൽ എന്ത് കിട്ടും? phi 1 of t plus phi 2 of t plus phi 3 of t. ഇനി നമുക്ക് സിഗ്നൽ എങ്ങനെയായിരിക്കുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് y4 of tയിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇത്രയും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ phi 1 of t plus phi 2 of t plus phi 3 of t എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് phi 1 of t എന്താ? ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. phi 1 of t എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വാസ് റൂട്ട് ഓഫ് 3 by t. എവിടം വരെ വേരി ചെയ്യും? 0 to t by 3 വരെ വേരി ചെയ്യും. phi 2 of t phi 2 of t എന്ന് പറഞ്ഞ സിഗ്നൽ ഓൾസോ വേരിഡ് ഫ്രം വെയർ ടു വെയർ? ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് 3 by t ആണ്. പക്ഷേ വേരിഡ് ഫ്രം t by 3 to 2t by 3. And phi 3 of t phi 3 of t എന്ന് പറഞ്ഞ സിഗ്നൽ നമുക്ക് കിട്ടിയത് ഇറ്റ് വാസ് എ സിഗ്നൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് റൂട്ട് ഓഫ് 3 by t ബട്ട് വേരിയിങ് ഫ്രം വെയർ ടു വെയർ? 2t by 3 ടു ക്യാപിറ്റൽ t വരെയാണ് വേരി ചെയ്തത്. ഓക്കെ, ഇതിനെ മൂന്നിനെയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതല്ലേ ഇത് phi 1 of t plus phi 2 of t plus phi 3 of t. മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഫസ്റ്റ് സിഗ്നൽ 0 to t by 3 വരെ ഉണ്ട്. സെക്കൻഡ് സിഗ്നൽ t by 3 to 2t by 3 ഉണ്ട്.
തേർഡ് സിഗ്നലോ 2t/3 മുതൽ t വരെ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? 0 to ലോവർ ലിമിറ്റ് ഏതാണ്? 0 മുതൽ ഫൈനൽ t വരെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. √3/t ഉള്ള ഒരു സിഗ്നലാണ് കിട്ടുന്നത്. √3/t ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സിഗ്നൽ കിട്ടും. ഓക്കെ, ദിസ് ഈസ് t. ഇതാണ് t ആണ് t. സോ ദിസ് ഈസ് φ1 of t പ്ലസ് φ2 of t പ്ലസ് φ3 of t. ഇതാണ് പ്ലസ് φ3 of t. പക്ഷെ നമ്മുടെ സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ √t/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിനെ √t/3 ഇൻറ്റു √t/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ പറ്റുന്നത്? ഇതും സ്ട്രൈക്ക് ചെയ്ത് പോയിട്ട് വാട്ട് യു വിൽ ഗെറ്റ്? ആംപ്ലിറ്റ്യൂഡ് 1 ആൻഡ് എക്സ്റ്റെൻഡിങ് ഫ്രം 0 to t കിട്ടും. ഇതാണ് എന്ത്? √t/3 ടൈംസ് φ1 of t പ്ലസ് φ2 of t പ്ലസ് φ3 of t കിട്ടുന്നത്. ഓക്കെ, നോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സിഗ്നൽ? ഏതിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? y4 of t യിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അല്ലേ? y4 of t സിഗ്നൽ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? y4 of t എന്ന് പറഞ്ഞ എനർജി സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് 1 ആൻഡ് വിത്ത് ദ സെയിം സപ്പോർട്ട് 0 to t വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. അപ്പോൾ ഇതും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സി ദിസ് ഈസ് y4 of t. y4 of t ഈ ഒരു ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും 0 to t എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിഗ്നലാണ്. ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ? അപ്പോൾ G4 of t എന്ന് പറഞ്ഞത് എന്താ കിട്ടുന്നത്? G4 of t. ഓക്കെ, സോ G4 of t എന്ന് പറയുന്നത് വാട്ട് യു ആർ ഗെറ്റിംഗ്? 0 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് φ4 of t എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. φ4 of t എന്ന് പറഞ്ഞ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഇല്ല. സോ ദർ ഇസ് ഓൺലി 3 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. m എന്ന് പറയുന്ന നമ്പർ ഓഫ് സിഗ്നൽസ് ആണ്, 4 ആണ്. സോ n maximum 4 ആണ്. പക്ഷേ ഹിയർ ഫോർത്ത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ we are getting it as 0. So there are how many orthonormal basis function? 3 orthonormal basis function. 3 orthonormal basis functions are there. Okay, φ4 of t ഉണ്ടോ? 0 ആണല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് 4 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്നുള്ളത് നിങ്ങൾ അത് കറക്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യണം. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു സിഗ്നലിലേക്ക് നോക്കുവാണെങ്കിൽ നോക്കിക്കേ, y1 of tയും y2 of tയും y3 of tയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ y4 of t കിട്ടുന്നുണ്ട്. ശരിയല്ലേ? 0 to t/3, 0 to 2t/3, t/3 to t. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ y4 of t എന്ന് പറഞ്ഞ സിഗ്നലാണ് കിട്ടുന്നത് അല്ലേ? അതിൻ്റെ അർത്ഥം ഇവിടെ 3 സിഗ്നൽ മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ. ഈ 3 സിഗ്നലിൻ്റെ സമ്മ് നാലാമത്തെ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ y4 of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡിപ്പെൻഡൻറ്റ് സിഗ്നലാണ്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സിഗ്നലാണ്. കാരണം ഈ y4 of tയെ നമുക്ക് മറ്റ് 3 സിഗ്നലിൻ്റെ സമ്മായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ചുരുക്കത്തിൽ പറയാൻ സാധിക്കും ഈ 3 സിഗ്നലായ y1 of tയും y2 of tയും അതേകൂട്ട് തന്നെ y3 of t മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൂ. ആൻഡ് നമ്പർ ഓഫ് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സിഗ്നലാണ്. ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് സിഗ്നലേ ഉള്ളൂ ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 3 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ കിട്ടുന്നത്. സോ ദർ ആർ ഓൺലി 3 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ. ഫോർത്ത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ 0 ആണ്. അപ്പം ആ 3 ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വരച്ച് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതുക. താങ്ക് യു.